ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു ലവ് സ്റ്റോറി ഉണ്ട്, അതേപോലെ 9ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞ് ഞാനൊരാളെ പ്രേമിക്കുന്ന ഒരു പെൺകുട്ടിയത്. ഞാൻ പറഞ്ഞു നല്ല നല്ല കാര്യം, വെറുകുന്നല്ലേ മോശപ്പെട്ട കാര്യം, സ്നേഹിക്കുന്നത് നല്ല കാര്യം. ആ പെൺകുട്ടിയോടൊക്കെ പറഞ്ഞോ? ആ പറഞ്ഞു. പിന്നെ അവരുടെ വീട്ടുകാരൊക്കെ അറിഞ്ഞു. അതൊക്കെ പറയാ. അപ്പൊ എന്താ പെണ്ണത് എനിക്ക് അവളെ കല്യാണം കഴിക്കണത്. ഭയങ്കര എതിർപ്പായിരുന്നു, ഓർമ്മയില്ലേ? അതാണ് അമ്മ ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് കണ്ടൂടായിരുന്നു. നമുക്കൊക്കെ കുറച്ചെങ്കിലും ഒരു നമുക്കൊരു മനസ്സിന് പിടിക്കണ്ടേ. അവള് സന്തോഷമായിട്ട് അവള് ജീവിച്ചോട്ടെ. പക്ഷേ എന്റെ മോന്റെ ഭാര്യയായിട്ട് വരാൻ എനിക്ക് എന്റെ അമ്മേ ഒരു തരത്തിലും ഇഷ്ടമല്ല. കാരണം എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അതും അറിയില്ല. മറ്റേ കേസ് അറിയില്ല. റോഷ്നി വേണ്ടേന്ന് ഞാൻ ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരുന്ന റോഷ്നി വേണ്ടേന്ന്. അത് ജീവിച്ചോട്ടെ. മലയാളിയല്ല, അല്ലാണ്ട് അവളെ എനിക്ക് ഇഷ്ടാ. ഒരു മോന്റെ ഭാര്യയായിട്ട് ഇഷ്ടമല്ല എന്നേ ഉള്ളൂ. അല്ലാണ്ട് എന്റെ അടുത്തെല്ലാം വരാറുണ്ട്. തൊട്ടപ്പുറത്തെ താമസിച്ചുണ്ട് ഫ്ലാറ്റില്. പിന്നെ നമ്മളെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കണ്ട. ആന്റി എന്നോടൊരു പ്രാവശ്യം പറഞ്ഞ് പിന്നെ ധ്യാനാണ് ആന്റി ക്ലാസ്സിൽ ഏറ്റവും നല്ല കുട്ടി സംസാരിക്കും. അതിന് ഇഷ്ടമല്ല ഇംഗ്ലീഷ്. അതൊന്നുമല്ല, നല്ല സംസാരവും നല്ല അതൊക്കെ നല്ലതാണ്. നല്ല സംസാരവും നല്ല ബിഹേവിയറും ഒക്കെയാണ്. പക്ഷെ എന്റെ മോന്റെ ഭാര്യയാണെന്ന് എനിക്ക് ഇഷ്ടമല്ല. എന്നാലും അമ്മക്കൊരു മോന്റെ ഭാര്യയാന്ന് ഉണ്ടാവൂലേ? ഇല്ലേ? ഇല്ലേ? മക്കളുടെ ഇഷ്ടമല്ലേ? ബാക്കി മക്കളിനെ എല്ലാം ആയിക്കോട്ടെ. നമ്മളിപ്പൊ വിനീതുട്ടൻ, ദിവ്യ, നമ്മളൊന്നും ആരും ഒന്നും നമ്മളെ കുടുംബത്തിൽ ലവ് മാരേജും എല്ലാം നമ്മളെ കുടുംബത്തിലെല്ലാം നടന്നിട്ടുണ്ടല്ലോ. പക്ഷേ എനിക്ക് റോഷ്നി എന്ന് പറയുമ്പോ ഒരു ഫ്രണ്ട് എന്നുള്ള നിലയിലും അങ്ങനെ അല്ലാതെ എനിക്ക് പ്രശ്നമില്ല. അമ്മേ ഒരാളെങ്ങനെ വെറുക്കാൻ ഒരു കാരണം വേണ്ടേ? വെറുക്കാൻ കാരണം കുട്ടി നല്ല കുട്ടിയാണ്, നല്ല പഠിക്കും, നല്ല പഠിക്കുന്ന കുട്ടിയാണ്. അല്ലാതെ എനിക്ക് നമുക്ക് വേണ്ട, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു കല്യാണം ഏർപ്പെടുകയാന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന് എൻ്റെ അമ്മയാണ്. ആൾക്കെല്ലാം ചെലവിന് കൊടുക്കുന്നത് ഞാനാണ്. അതുപോലെ നീ കല്യാണം കഴിച്ച് അവരുടെ ചെലവ് എന്നെ കൊണ്ട് കൊടുപ്പിക്കുന്നത്, അത് നീ തന്നെ കൊടുക്കണം. അതിനുള്ള സംവിധാനമായോ? പിന്നെ വന്നിട്ടില്ല എന്നോട്. അത് നന്നായി. അതല്ല ഇവിടുത്തെ പ്രാർത്ഥനയാ. ഞാൻ പെട്ടെന്ന് റോഷ്നി പേടിച്ചു പോയി. ഫുഡ് എങ്ങനെയുണ്ട് ചേട്ടാ? ഇവിടെ വെച്ചത് പല സ്ഥലങ്ങളിൽ നിന്നായിട്ടാ. ഇവിടെ വെച്ചതൊന്നുമില്ല. അതച്ഛനെ നന്നായിട്ട് അറിയാം ഇവിടെ വെച്ചത്. ഈ റോഷ്നിന്റെ പേരൊന്നും ഇടണ്ടേ, കുട്ടിക്കൊരു മോശം വേണ്ട.
ഇതാ ഇടാൻ വേണം. റോഷിനി റോഷനെ പേരിടണ്ട. പേരൊന്നും വേണ്ട, കുട്ടി നന്നായിട്ട് ജീവിച്ചോട്ടെ. 15 റോഷനി റോഷനി എന്ന് പറഞ്ഞു. അത് വിട്ട് അത് ഭർത്താവ് പോയിട്ട് ജീവിക്കുന്നു, ആ. ജീവിച്ചോട്ടെ. ആ ഭർത്താവ് ഇങ്ങനെ മറ്റേ ഭാസ്കരേട്ടൻ സ്വർഗത്തിലും ജീവിക്കണം. ആഭ്യന്തരൻ ചേട്ടൻ ഇപ്പഴാ കത്തിയത്. ആ പേര് മാറിപ്പോയിട്ട് പറ്റിയ. പക്ഷെ ഈ 84 ഈ ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് സിനിമകളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഷിഫ്റ്റ് എവിടെയായിരുന്നു? മറ്റേ ഈ പൊളിറ്റിക്കൽ സോഷ്യൽ സെറ്റയർ. കാരണം ആദ്യത്തെ സിനിമകളൊക്കെ ഭയങ്കര അക്കരനിലമാരൻ, വളരെയറിയാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ പടങ്ങൾ, അങ്ങനത്തെ ലൈറ്റ് കോമഡി പടത്തിൽ നിന്ന് ഷിഫ്റ്റ് ഉണ്ടല്ലോ. ഈ അത് മനഃപൂർവ്വം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾ സിനിമയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു? ഇല്ല, അങ്ങനെയൊന്നുമില്ല. കഥ ആലോചിച്ചപ്പോ മെയിൻ ചോദ്യം ഈ ശ്രീചേട്ടാ, ഇപ്പം ശ്രീചേട്ടന് 72 വയസ്സായില്ലേ? എത്ര വയസ്സായി? 73 പോകുന്നു. അപ്പോൾ നമുക്ക് ശ്രീചേട്ടൻ്റെ കൂടെ ഉള്ളവരൊക്കെ ഇപ്പം മമ്മൂക്കാനൊക്കെ നമ്മൾ കാണുന്നില്ലേ, നല്ല ആരോഗ്യമായിട്ട് നിൽക്കുകയാണ്. ഈ ശ്രീചേട്ടൻ ഈ വലിയ ജൈവ രീതിയിൽ ഫുഡൊക്കെ ആയിരുന്നു. ഫുഡ് ഭയങ്കര കൃത്യമായിട്ട് നോക്കായിരുന്നു. ഈ ഇങ്ങനെയൊക്കെ ഈ മാറിപ്പോയത് നല്ല സ്മോൾ അടിയൊക്കെ ആയിരുന്നു. പുകവലി പുകവലി ഒറ്റക്കാരനല്ലേ, മറ്റൊന്നുമല്ല. അപ്പൊ അസൂയ ഉണ്ടോ അവരോടൊക്കെ? നന്നായി ഭക്ഷണം കഴിച്ച് നന്നായി ജീവിക്കുന്നവരോട് അസൂയ ഉണ്ടോ? അതൊന്നും ജീവിതത്തിൽ ഇല്ലാത്തൊരു, അങ്ങനെയല്ല, ആരോഗ്യവാനായി ഇരിക്കുന്നവരോട് അസൂയ ഉണ്ടോന്ന് ചോദിച്ചു. അതെ, അങ്ങനത്തെ ഒരു ഇതൊന്നും. മമ്മൂട്ടിയോടാണോ മോഹൻലാലിനോടാണോ ഏറ്റവും ഇഷ്ടം? മറ്റേ കുനിഷ്ഠ ചോദ്യങ്ങളാണ്. ആരോടാ ഇഷ്ടം? ആരോടാ ഏറ്റവും അദ്ദേഹം വിശദമായി പറഞ്ഞു. അതെയോ? വിശദമായി പറഞ്ഞാൽ പിടികിട്ടു. അതാണ് സിമ്പിൾ ക്യാരക്ടേഴ്സ് അല്ല അവർ രണ്ടുപേരും. അതെ. പക്ഷെ അതിന് ആരാ നല്ല നടനായി തോന്നിയിട്ടില്ല ശരിക്കും? അതൊന്നും മോഹൻലാൽ ആണല്ലേ? അതൊക്കെ അല്ലേ ആരോടാ കൂടുതൽ ഇഷ്ടം? സത്യനും അച്ഛൻ ആ സമയത്ത് 86 തൊട്ട് 19 ഇടയിൽ സത്യനങ്ങളിന് വേണ്ടിയിട്ടും പ്രിയനങ്ങളിന് വേണ്ടിയിട്ടും രണ്ടുപേർക്കും എഴുതിയിട്ടുണ്ടല്ലോ. ശരിക്കും നല്ല സ്റ്റോറി ടെലർ, അല്ലെങ്കിൽ സിനിമ വിഷ്വലി ഇരുന്ന സമയത്ത് ഏറ്റവും നല്ല സ്റ്റോറി ടെലർ ആയിട്ടാണ് തോന്നിയത് രണ്ടുപേരുടെ വ്യത്യാസം. അല്ലെങ്കിൽ അച്ഛൻ്റെ കഥകൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് വിഷ്വൽ ചെയ്ത ചില പടങ്ങൾ പ്രിയനും ചില പടങ്ങൾ സത്യനും, അങ്ങനെ പറയാൻ പറ്റും. സത്യനെന്ന് പ്രിയനെന്ന് ചില പടങ്ങൾ ഗംഭീരമായി എടുത്തിട്ടുണ്ട്. ഇപ്പൊ കിലുക്കെന്ന് പറയുന്ന പടം തെന്മാർക്കൊന്നും ഞാൻ എഴുതിയല്ല. ഈ ചിത്രം അച്ഛൻ എഴുതിയിട്ടുണ്ടോ? അല്ല, ഗോസ്റ്റ് ഒന്നും എഴുതിയില്ല. കുറെ പടങ്ങൾ ഗോസ്റ്റ് റൈറ്റിംഗ് ചെയ്തിട്ടില്ല. അത് പടങ്ങൾ ഇല്ല. ചിത്രത്തിൽ മറ്റേ ഇത് തേങ്ങയല്ല, ഇത് അതൊക്കെ പ്രിയുണ്ട്. പക്ഷെ അതൊക്കെ അച്ഛൻ്റെ ടൈപ്പ് ഓഫ് ഹ്യൂമർ പോലെ. അങ്ങനെ നമുക്ക് അതാണ് ആ ഒരു ചോദ്യം. പിന്നെ അതുപോലെ തന്നെ ചേച്ചിയുടെ ഈ ഒരു സമയത്തുള്ള കുടുംബ ചിത്രങ്ങൾ പോലെയാണ് വെള്ളാനകളുടെ നാട്, വരവേൽപ്പ്, ഇത്തരം സിനിമകളുണ്ടോ? അതിലെല്ലാം കുടുംബ പശ്ചാത്തലമാണ് പറയുന്നത്. ക്യാരക്ടർ മാറുന്നു മാത്രമേ ഉള്ളൂ. അത് മനഃപൂർവ്വമാണോ? കുടുംബ ഇങ്ങനെ ഒരു സിനിമ വേണമെന്ന് തീരുമാനിച്ചെടുക്കുവാണ്? അല്ല, അത് ഞാനൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. എന്ന് വെച്ചാൽ മിഥുനം, സന്മനസ്സുള്ള, വെള്ളാനകളുടെ നാട്, വരവേൽപ്പ്. എന്നുവെച്ചാൽ എൻ്റെ ബേസ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഫാമിലി സ്ട്രഗ്ലിങ്, നായകൻ സ്ട്രഗ്ലിങ്, ചെറിയൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ, ഫാമിലിക്കകത്ത് ചെറിയ ബ്രോക്കൺ ഫാമിലിക്കുള്ളിൽ ഫ്രിക്ഷൻ. അപ്പോൾ ഇതിന്റെ ക്യാരക്ടേഴ്സും ഇവരുടെ ജോലിയും പരിപാടിയും മാത്രമല്ല, പരിസരം മാത്രമല്ല ആക്ച്വലി മാറ്റി. സിനിമ ഞാൻ ഡയറക്റ്റ് ആലോചിച്ച പടമാണ്. ഒരു ബക്കറ്റുമായിട്ട് സിന്ധു വരുന്നതാണ്. നമ്മൾ ഇതിങ്ങനെ എടുക്കുമ്പോൾ താഴെ പോവോ? ലിബർട്ടി ബഷീറാണ് പ്രൊഡ്യൂസർ. അപ്പോൾ സാധ്യയൊക്കെ പറഞ്ഞ്
ഏകദേശം എത്ര പൈസയാണ് പോകുന്നത് കൊടുക്കുന്നത്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പുള്ളി വന്നപ്പോഴേക്കും ഞാൻ കുറച്ച് ആലോചിച്ചിട്ട് ഒരു ഫീമെയിൽ ക്യാരക്ടറും കൂടി വന്നു എൻ്റെ ചിന്തയിൽ. ഒരു അക്കാര്യം പുള്ളിയോട് പറഞ്ഞു. അപ്പോൾ പുള്ളി ഇതെല്ലാം കണ്ടിട്ട് കോസ്റ്റങ്ങനെ കൂടുതലാണ് എടുക്കുന്നത്. ഒരു ക്യാരക്ടറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ 20 വർഷത്തിനോട് പറയും കോസ്റ്റ് അങ്ങനെ കൂടുതലാണ്. പറഞ്ഞു. അപ്പോൾ എടുക്കാതിരുന്ന കോസ്റ്റൊന്നും വരില്ലല്ലോ. അച്ഛൻ ഡയറക്റ്റ് ചെയ്തിരുന്നാണ് ഇതിന്. ഇതിനാകുമ്പോ 80-90 ഡയറക്റ്റ് ചെയ്യാനിരുന്ന പടം ഇങ്ങനെ വന്നപ്പോൾ മാറ്റി. അപ്പൊ വടക്കു നോക്കുന്ന യന്ത്രം കഴിഞ്ഞിട്ട് ചെയ്യാനിരുന്ന സിനിമ, ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ ഇതിനായിരുന്നു. അല്ല ഇതൊക്കെ ചോദിച്ചാൽ ഞാൻ ഈ മിഥുനം, വെള്ളാനങ്ങളുടെ നാട്, ഇത് രണ്ടും ഒന്നിനകത്ത് ദാക്ഷായണി ബിസ്ക്കറ്റ്, മറ്റേനകത്ത് PWD കോൺട്രാക്ടർ, വീട്ടിൽ കുടുംബക്കാർ തമ്മിൽ പ്രശ്നം, ചെറിയ പൊളിറ്റിക്സ്, രണ്ടിന്റെയും കഥ എന്ന് പറയുന്നത് അതിന്റെ ബേസ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ബേസ് കഥ എന്ന് പറയുന്നത് ഒന്നല്ലേ രണ്ടിന്റെയും, മിഥുനവും വെള്ളാനങ്ങളുടെ നാടും. എന്നുവെച്ചുകഴിഞ്ഞാൽ അതിൽ സ്ട്രഗ്ലിങ് മറ്റേ PWD കോൺട്രാക്ടർ അല്ല, വീട്ടില് ഇവര് കുടുംബക്കാരുമായിട്ട് മറ്റേ കരമനൻ ചേട്ടനൊക്കെ ആയിരുന്നല്ലേ, അവരൊക്കെ ഇതിലായിരുന്നല്ലേ. മിഥുനത്തില് മറ്റേ ഇന്നസെന്റ് ഞങ്ങളും ജഗചേട്ടനൊക്കെ ആയിരുന്നു ഇപ്പുറത്തെ ഫാമിലിയിൽ. ഈ മറ്റേ അച്ഛൻ ഈ മറ്റേ തീരെ പരിചിതമല്ലാത്തൊരു ഇതായിരുന്നില്ലേ മറ്റേ കഥാപശ്ചാത്തലത്തിന്റെ ചമ്പക്കുളം അച്ഛൻ. അച്ഛൻ ആ ഏരിയ അച്ഛൻ എഴുതിയതല്ലേ ചമ്പക്കുളം അച്ഛൻ. അതപ്പോ അതിന് എഴുതുന്ന സമയത്ത് അവിടെ പോയി നിൽക്കുകയോ റിസർച്ചോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ആള് ഭരതനാട്യം ഒരു കൂട്ടനായിട്ട് ബേസ് ചെയ്തിട്ട് ഒരു സിനിമയാക്കണമെന്ന്. അപ്പൊ ജോൺ ബോളോ മറ്റായിരുന്നു. അച്ഛൻ ആ ഏരിയ അധികം ഇല്ല ബന്ധമില്ല. അപ്പോ ആ സിനിമയിൽ ഭരത് ഗോപിയൊക്കെ ആയിരുന്നു നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. പേരൊക്കെ ഇട്ടിരുന്നു. പക്ഷെ അതിൻ്റെ ഡിസ്കഷൻ നടക്കുന്ന കാലത്തിന് അത് അവർ വേണ്ടെന്ന് വെച്ചു. ഞാനീ കഥ എനിക്ക് പരിചയമൊന്നുമില്ല. പക്ഷെ കൂട്ടനാട്ടിൽ കുറച്ച് ദിവസം ഞാൻ ഇരുന്നിട്ടുണ്ട്. അയൽവാസികൾ അതിൻ്റെ അകത്ത് വലിയൊരു തമാശയുണ്ട്. അതിലെ നെടുമുടിയുടെ ആദ്യത്തെ സീന് ഷൂട്ട് ചെയ്യുന്ന ദിവസം ഞാൻ ആ സീനുമായിട്ട് എഴുതിയ സീനുമായിട്ട് കക്ഷത്തിൽ വെച്ച് അപ്പം എഴുതാണ്. കക്ഷത്തിൽ വെച്ച് ലൊക്കേഷൻ ചെന്നപ്പോൾ നെടുമുടി ആ പേപ്പർ കക്ഷത്തിൽ പിടിച്ചു വെച്ച് വാങ്ങിച്ചിട്ട് പുള്ളി മുഴുവൻ വായിച്ചു. പുള്ളിയുടെ സിനിമ. എന്നിട്ട് ഇതെങ്ങനെ ഒപ്പിച്ച് ഞാൻ പറഞ്ഞ് ഞാൻ തകഴിയുടെ മറ്റേ ധാരാളം പുസ്തകങ്ങളുണ്ട്, ഇതെല്ലാം ഇഷ്ടംപോലെ വായിക്കാറുണ്ട്. ഞാൻ ഗംഭീരമായ വായന എനിക്കുണ്ടായിരുന്നു. എൻ്റെ ഒരു അടിത്തറ അതാണ്. അപ്പം എന്നോട് പറഞ്ഞ് കൂട്ടനാട്ടിൽ ആൾക്കാർ ഉപയോഗിക്കുന്ന സംസാര ഭാഷയൊക്കെ ഞാൻ തെറ്റാതെ ഉപയോഗിച്ചത് പുള്ളി എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു അഭിനയിക്കുന്നതിന് മുമ്പ് തന്നെ.
അപ്പൊ അത് റിസർച്ച് ഉണ്ടായിരുന്നു അച്ഛൻ അവിടുത്തെ ഭാഷ അതിന് റിസർച്ചൊന്നുമില്ല, അത് എൻ്റെ ഉള്ളിലുണ്ട് ആ ഭാഷ. ഒന്നും റിസർച്ച് വേണ്ടിയൊന്നുമില്ല, അതിനു വേണ്ടി പ്രത്യേക റിസർച്ച് എനിക്ക് വേണ്ടി വന്നില്ല. ആത്മഹത്യ ഞാൻ വായിച്ചിട്ടുണ്ട്. തകഴിയുടെ മാത്രമല്ല, ആ ലാംഗ്വേജ് ഉപയോഗിക്കുന്ന ആൾക്കാർ നിരവധിയുണ്ട്. ആ വായനയാണ് എനിക്ക് വളരെ എളുപ്പമാണ് ആ ഭാഷ. വായനാശീലം വലിയ ഞാനൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അതിവിടെ വിഷയമല്ല, അതിവിടുത്തെ വിഷയമല്ല. ഇത് ഭയങ്കര പോയിന്റാണ്. അതുകൊണ്ട് ഉള്ളിൽ നിന്ന് കഥാപാത്രം വരുന്നു, ആ ഓടിയ സ്ഥലത്തെ ലാംഗ്വേജ് വരെ വരുന്നുണ്ട് വായനാശീലം. പക്ഷെ ഈ ലാസ്റ്റ് മിനിറ്റ് എഴുത്ത് ഞാൻ പണ്ട് ഇപ്പൊ കഴിഞ്ഞ 4 വർഷം മുന്നേ സത്യനങ്ങള് ഞാൻ പ്രകാശൻ ഷൂട്ട് ചെയ്തോണ്ടിരുന്ന സമയത്ത് സത്യനങ്ങള് രാത്രി 12 മണിക്ക് കാറ് വെയിറ്റ് ചെയ്ത് അച്ഛൻ മുകളിൽ എഴുതിക്കൊണ്ടിരിക്കുക. പിറ്റേ ദിവസം രാവിലെ ഷൂട്ടാ. അപ്പൊ ഈ ലാസ്റ്റ് മിനിറ്റ് എഴുത്ത് ശരിക്കും പാടല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതൊരു ശീലമായി, പ്രിയം പഠിപ്പിച്ചു. അപ്പൊ ഒരു സ്കെലിട്ടൺ എന്തായാലും ഉണ്ടാവും, What? ഈ ഡയലോഗ്സ് ഒരു സീനും ഉണ്ടാവും, ഡയലോഗ്സ് മാത്രമായിരിക്കില്ലേ ലാസ്റ്റ് മിനിറ്റ്. അത് പുതിയ തലമുറയിലെ പലരും ശ്രമിക്കുന്നുണ്ട്, ഞാൻ നടക്കുന്നില്ല. ഈ വൺ ലൈൻ എഴുതിക്കൊണ്ടാണ് ഷൂട്ടിന് പോകണം അല്ലേ? അവിടെ പോയിട്ടാണ് പിന്നീട് അല്ലെ മൊത്തം കാര്യങ്ങളിലേക്ക് പോകുന്നത്. അങ്ങനെ പോകുമ്പോ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാവില്ലേ? ഒരു ക്യാരക്ടറിനെ കുറിച്ച് സംശയം ഉണ്ടാവും. ഡയറക്ടേഴ്സ് അതിനനുസരിച്ച് പെട്ടെന്ന് മാറണ്ടേ അവര്? ഡയലോഗും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് അതിന്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ മാറ്റേണ്ടി വരില്ലേ? പെട്ടെന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുവാണെങ്കിലോ ഒരു ബേസിക് ഐഡിയ ഉണ്ടാവല്ലേ സീനിന്റെ ഒരു. ഈ മിഥുനത്തിലെ മറ്റേ സീനില്ലേ, തേങ്ങ ഉടക്ക സ്വാമി, മറ്റേ വേണു അങ്കിള്, മറ്റേ അത് ഭയങ്കര പിൽക്കാലത്ത് ഭയങ്കര ഹിറ്റ് സീനാണ്. ബ്ലഡി ഫൂൾ എന്ന് വിളിക്കുന്നില്ല മറ്റേ. എന്നാ പിന്നെ തനിക്ക് തന്നെ ഒരു തേങ്ങ വാങ്ങിച്ചങ്ങ് ഉടച്ചാൽ മതിയില്ലായിരുന്നു എന്ന് പറയുന്നത് മറ്റേ. പക്ഷെ അതൊക്കെ പെട്ടെന്ന് എഴുതിയോ അവിടെ വെച്ച് എഴുതിയതാണോ? ആണോ? ഈ ബ്ലഡി ഫൂളൊക്കെ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നാണോ? എന്നോടൊരു ദിവസം കോഴിക്കോട് വെച്ച് പ്രിയമ്പനി എന്തായാലോ താനൊരു പടം സംവിധാനം ചെയ്യാൻ പോകുന്നുണ്ട്. ഞാൻ അതിപ്പോ ഇല്ല, എന്താ എൻ്റെ കഥ? അപ്പൊ ഞാൻ കഥ പറഞ്ഞു, ഇത് ഞാൻ ചെയ്യണ്ട, ഞാൻ ചെയ്യുന്നത്. അങ്ങനെ അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ സംവിധാനം നിന്നുപോയി. മിഥുനം അന്ന് തിയേറ്ററിൽ ഭയങ്കരമായിട്ട് കളക്ട് ചെയ്ത സിനിമയാണ് അന്ന്. അല്ല, പിൽക്കാലത്ത് ടി വിയിൽ വന്നപ്പോ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന തിയേറ്ററിൽ വലിയ ഓടിയില്ല. ശിവചേട്ടൻ്റെ സിനിമകളിൽ ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ ഓടിയ സിനിമ ഏതാണ്? ഒന്നും തള്ളണമെന്നുള്ളൂ. ചിന്താവിഷ്ടേഷമള അല്ലേ? നാടോടിക്കാറ്റ്. കഥ പറയുമ്പോൾ ഉദയനാടുകാരൻ റോഷന്റെ പടം. ഈ റോഷന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴാണ് പുതിയ ആൾക്കാർക്ക് വേണ്ടി അച്ഛന് എങ്ങനെയാ സ്ക്രിപ്റ്റ് ഇവർക്ക് വേണ്ടി? കാരണം കുറെ ലാൽ ജോസ്, ലാലുവേട്ടൻ, റോഷൻ ചേട്ടൻ, എനിക്കൊന്ന് സിബി സാർ, സിബിയുടെ അപ്പൊ ഇവര് ഈ പുതിയൊരാൾക്ക് ഈ സ്ക്രിപ്റ്റ് കൊടുക്കാം എന്നുള്ളൊരു റോഷൻ ചേട്ടന് വേണ്ടി അച്ഛൻ എഴുതി, ലാലുവേട്ടൻ. അപ്പൊ ഇവരെ ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എന്തടിസ്ഥാനത്തിൽ ഇവരൊരു ക്രാഫ്റ്റ് കണ്ടിട്ടാണോ അല്ലെങ്കിൽ? സിബിയുടെ കാര്യം പറയാം. അവർ രഘുനാഥ് പാടിയിട്ട് എഴുതി ഒരു സിനിമ ചെയ്യാനായിരുന്നു ഒരു പരിപാടി എറണാകുളത്ത്. അപ്പം സിബി പ്രിയൻ്റെ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നെപ്പറ്റി പ്രിയനോട് ആദ്യം പറയുന്നത് സിബിയാണ്. പ്രിയനെ എഴുതുന്നേക്കാൾ നല്ല വ്യത്യാസവും പുതുമയുണ്ടെന്ന് എന്നെ പറ്റി പ്രിയൻ്റെ അടുത്ത് പറഞ്ഞ സിബിയാണ്. അങ്ങനെ പ്രിയന് ഒരു വിശ്വാസം വന്ന് ഇവനെ കൊണ്ട് എഴുതിക്കുന്നത് ആദ്യകാലത്ത്. അതെ, വളരെ ചെയ്യുമ്പോൾ അത് ഞാൻ ആദ്യം
അപ്പോൾ സിബി ആദ്യം ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രഘുനാഥ് പള്ളി സിബിയും കൂടി അങ്ങനെ പല സ്ഥലത്ത് സഞ്ചരിക്കുന്നു, ഡിസ്കസ് ചെയ്യുന്നു, എഴുതുമ്പോൾ പോകുന്നു. അവസാനം സ്ക്രിപ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ തിരുവനന്തപുരത്ത് ഉള്ള ഞാൻ അടിയെന്ന് ഇവിടെ വരണം സിബി വിളിച്ച് പറഞ്ഞു. ഞാനിങ്ങനെ എറണാകുളത്ത് ചെന്നപ്പോൾ ഈ സ്ക്രിപ്റ്റായിട്ട് പുള്ളി ഇരിക്കുകയാണ്. അതിനോട് ഇത് ശരിയാവുമെന്ന് അറിയില്ല, നോക്കുന്നത് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ അങ്ങനെ ആ കുഴപ്പം. അങ്ങനെ അത് മാറ്റി വച്ചിട്ട് വേറൊരു കഥ ആലോചിക്കാനില്ല. സിബിയായിട്ട് സംസാരിച്ച് ഇങ്ങനെ ആവശ്യങ്ങളാണല്ലോ അത്യാവശ്യങ്ങളായി മാറുന്നത്. അതെ 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 അതെ. 2 സിനിമ ബാക്ക് ടു ബാക്ക് ചെയ്തില്ലേ? മുത്താരംകുന്ന് കഴിഞ്ഞിട്ട് ദൂരെ ദൂരെ ഒരു കൂടെ വിട്ടാം. 2 സിബിയങ്ങളുടെ രണ്ടാമത്തെ പടം അതല്ലേ? ബാക്ക് ടു ബാക്ക്. അത് റിയൽ സംഭവത്തിന് ബേസിലില്ല. കേരളത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ TTCക്ക് തുല്യമായ പരീക്ഷ കർണാടകത്തിൽ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. കേരളത്തിൽ ഇഷ്ടംപോലെ ആൾക്കാർ പോയിട്ട് കാശ് കൊടുത്തിട്ട് ഈ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് കേരളത്തിൽ ഒന്ന് ജോലി വാങ്ങിച്ചിട്ടുണ്ട്. ഐഡിയ അതാണ്. അതുകൊണ്ട് സിബി മുത്താറിക്കൊന്നും പിയെ ഓടിയില്ല. അപ്പൊ പക്ഷെ അന്ന് ഭയങ്കര അഭിപ്രായം ഉണ്ടായിരുന്നില്ലേ മുത്താരംകുന്ന് ക്രിട്ടിക്കൽ? മുത്താറിക്കൊന്ന് പിയോ എന്ന് പറഞ്ഞ ആൾക്കാർ പ്രതീക്ഷിച്ച് പാടുന്നതാണ്. പക്ഷെ അതിനനുസരിച്ച് വേണം അവരുടെ പ്രതീക്ഷ ഒത്തു വന്നില്ല എന്നുള്ള. അതിലല്ലേ മുകേഷ് അങ്കിള് മറ്റേ മമ്മൂക്ക കത്തയക്കുന്നത് ദൂരെ ദൂരെ വിട്ടാണ് മറ്റേ ഇത് സോൾട്ട് മാംഗോ ട്രീ. ഈ പറഞ്ഞ പോലെ ഇപ്പം ലാൽ ജോസ് ആണെങ്കിലും റോഷൻ ആണെങ്കിലും ഇവരൊക്കെ ഉണ്ടല്ലോ, ആദ്യമായിട്ട് വരുന്നവരാണല്ലോ. ഇവരൊക്കെ ശ്രീചേട്ടൻ്റെ കൂടെ നിൽക്കുമ്പം ഈ പണ്ടൊക്കെ കോളേജിൽ പഠിക്കുന്ന റാഗിങ് എന്ന് പറയുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഇവരോട് പെരുമാറിയിട്ടുണ്ടോ? സത്യമാണോ? സത്യം. ദേഷ്യപ്പെടാറില്ലേ? ദേഷ്യപ്പെടേണ്ടി വന്നിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്. അത് എൻ്റെ സ്ഥായിയായ സ്വഭാവം പുറത്തേക്ക് വേണ്ടി വരുന്നത് അവന് വിചാരിച്ച പുറത്ത് വരുന്നത്. അവന് പ്രകോപിപ്പിച്ചാലേ പുറത്ത് വരും. ഞാനായിട്ട് പെട്ടെന്ന് അടിയുടെ പക്കത്തൊക്കെ ദേഷ്യം കൊണ്ടൊന്നുമില്ല. അത് ശരിക്കും ചില അഭിപ്രായങ്ങള് നമുക്ക് ദഹിക്കാത്തത് തോന്നുമ്പോൾ നമുക്ക് ദേഷ്യം വരും. സിനിമയായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളില്ല. ഒന്നുമില്ല. കുറെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് കാര്യങ്ങളെ അച്ഛൻ്റെ അടുത്ത് കിട്ടാനുണ്ടോ? നമുക്ക് ഏറ്റവും സമയമെടുത്ത് എഴുതിയ അല്ലെങ്കിൽ ഇതായിരിക്കും എഴുത്ത് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നിയില്ലെങ്കിൽ സമുദ്ര വിളിക്കുന്നു. അത് ഷൂട്ടിങ്ങിൻ്റെ തലേ ദിവസം കഥ കേട്ടിട്ട് മോഹൻലാൽ പറഞ്ഞ് ഹീറോകളെ ഞാൻ ചെയ്താൽ ശരിയാവില്ല. എന്നിട്ട് പെട്ടെന്ന് ഞാൻ ചെയ്യണമെന്നുള്ള അവസ്ഥയിൽ വന്നു. പുള്ളിക്ക് വെച്ച റോള് പുള്ളിക്ക് പുതിയൊരു ക്യാരക്ടർ ഉണ്ടാക്കേണ്ടി വന്നു. ആ ക്യാരക്ടർ അത് ശരിക്കും ഒരു ഹിന്ദി സിനിമയുടെ റീമേക്കായിരുന്നു. കഥ എന്ന് പറയുന്ന ഒരു ഹിന്ദി ഷായി പറഞ്ഞിപ്പയുടെ ഒരു സിനിമയാണ് കഥ. അതിൽ ഫറൂഖ് ഷെയ്ഖ് ആണ് നായകൻ. പിന്നെ നാസിറുദ്ദീൻ ഷാ ആണ് വേറെ റോള്, ചെറിയ റോള്.
ആ ചെറിയ റോള് ഞാനും ചെയ്യാം. മറ്റേത് വലിയ റോള് ഫറൂഖ് ഷെയ്ഖിൻ്റെ റോള് മോഹൻലാൽ ചെയ്യാന്ന് പറയുമ്പോൾ മോഹൻലാലിനെ പ്രശ്നപ്പെട്ട് വെച്ചാൽ പുള്ളി അത് ചെയ്താൽ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്ത ഇമേജ് പോകുമെന്ന് പേടിച്ചിട്ട് പുള്ളി ഞാൻ ചെയ്തില്ല. അതെ അതന്നെ. ഒറ്റ രാത്രി കൊണ്ട് കംപ്ലീറ്റ് അതുവരെ പുള്ളി ചെയ്യാൻ തീരുമാനിച്ചു. രാത്രി വന്ന് ബാംഗ്ലൂർ ഹോട്ടലിൽ വെച്ച് പ്രിയങ്ക കഥ പറഞ്ഞപ്പോൾ റോള് ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് മറ്റേ റോള് അപ്പോൾ നാസിറുദ്ദീൻ ഷായുടെ റോള് വലുതാക്കിയിട്ടാണ് മോഹൻലാലിൻ്റെ ക്യാരക്ടറാക്കി മാറ്റിയത്. ഫറൂഖ് ഷെയ്ഖിനെ ഞാനും ചെയ്തു. അതായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ചെടുത്ത്. എല്ലാം ഒരു അന്തവും കുന്തവും ഇല്ലാണ്ടായി പെട്ടെന്ന്.